നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനിന്ന് ജസ്റ്റ് ക്വിക്ക് റീഡിങ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ ഇഷ്ടമുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതായത് യെസ് ഓർ നോ എടുക്കും. ഞാൻ 2 ചിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ റെഡിയാക്കി ഓൾറെഡി കാണിച്ചു തരാം. ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ, നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ചിട്ടുകളാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ. എനിക്ക് വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ ക്വസ്റ്റ്യനോ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രിപ്പയർ ചെയ്തതല്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എനിക്ക് കണ്ടാവൊന്നും അറിയില്ല. ഒന്നിൽ നോ ഉണ്ട്, ഒന്നിൽ യെസ് ഉണ്ട്. ഓക്കെ, 2 ചിട്ടേ വെക്കുന്നുള്ളൂ, ജസ്റ്റ് വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ എടുക്കാം. ആൻഡ് അവർ നിങ്ങളെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം. ഓക്കെ, അതായത് ഇപ്പോൾ മെസ്സേജ് ഇപ്പോൾ റെഗുലറായിട്ടുള്ളവർക്ക് അപ്പം അത് ബാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് യെസ് ഓർ നോ മാത്രം കാണാം. പക്ഷേ ഡിവൈൻ ടൈം പിന്നെ നമുക്ക് നോക്കണ്ടല്ലോ. കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ജസ്റ്റ് അധികം സംസാരമില്ല, നിങ്ങൾക്ക് അറിയില്ല പേഴ്സൺ ചിലപ്പോൾ ഒരു ദിവസം കോണ്ടാക്ട് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞാൽ 10 ദിവസം കോണ്ടാക്ട് ചെയ്യില്ല, അങ്ങനത്തെ സ്വഭാവമൊക്കെ ആണെങ്കിൽ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പേഴ്സൺ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കോണ്ടാക്ട് ചെയ്യും എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ, നല്ല ഓപ്പൺ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആവുക, ആ രീതിക്കൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയും ചോദിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബെറ്റർ എന്ന് ഒരു എത്ര സമയം എടുക്കും നിങ്ങൾ തമ്മിലൊരു നല്ലൊരു സിറ്റുവേഷൻ വരാൻ എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, കോണ്ടാക്ട് വരാനാവാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സിറ്റുവേഷൻ ബെറ്റർ ആവാനുള്ളതായിരിക്കാം. ഓക്കെ, അതിന് നമുക്ക് ഡിവൈൻ ടൈം കൂടി എടുക്കാം. ഓക്കെ, സോ 2 ഇത് ഞാൻ കാണിച്ചു. ഓക്കെ, പൈൽ 1 പൈൽ 2 ഉണ്ട്. 2 ക്വസ്റ്റൻ ആയിട്ട്, 2 പൈലായിട്ട് നമുക്ക് എടുക്കാം. പൈൽ 1കാർക്ക് പിങ്ക് റോസ് കോട്സ് റോസ്, പൈൽ 2കാർക്ക് പിരമിഡ്. ഓക്കെ, നമുക്ക് ചിട്ടെടുക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽകാർക്ക് പൈൽ 1. ഓക്കെ, ഞാൻ കാണിച്ചു തന്നെ. ഞാൻ ചെയ്യാൻ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇതിനെ ഷേക്ക് ചെയ്ത് ഇതിനെ ഞാനിങ്ങനെ മിക്സ് ചെയ്തിടും. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന ഒരു ചിട്ട ഞാൻ എടുക്കുള്ളൂ, അല്ലാണ്ട് നമുക്ക് എങ്ങനെ എനിക്ക് ചൂസ് ചെയ്യാൻ വയ്യ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. സോ ഇതിനുള്ളിൽ വീഴുന്ന ഒരു ചിട്ട് നമ്മളെടുക്കും. ഓക്കെ, ഫസ്റ്റ് പൈലിന് നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന ഒരു ചിട്ട് ഞാൻ എടുക്കും, അത്രേ ഉള്ളൂ. സോറി വേണ്ട, രണ്ട് വന്നാൽ ശരിയാവില്ല. സോറി, ഇത് ഇത്തിരി കൺഫ്യൂസിങ് ആണ്, ബട്ട് ഓക്കെ, ഒന്നുള്ളിലേക്ക് വന്നിട്ടുണ്ട്, അതെടുക്കാം നമുക്ക്. ഓക്കെ, ഓ യെസ് ആണ്, വെരി ഗുഡ്. ഓക്കെ, സമാധാനം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരു യെസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് പൈൽകാർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എപ്പോൾ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നോ കോണ്ടാക്ട് ആണെങ്കിൽ എപ്പോൾ കോണ്ടാക്ട് വരും, അല്ലെങ്കിൽ സിറ്റുവേഷൻ നിങ്ങളുടെ എപ്പോൾ ബെറ്റർ ആവും എന്ന രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ 1 ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ വിത്തിൻ എ കപ്പിൾ ഓഫ് മന്ത്സ് സ്റ്റോപ്പ് റഷിങ് തിങ്സ്. ഓക്കെ, സ്റ്റേ പോസിറ്റീവ് അബൌട്ട് ഇറ്റ് എന്നുണ്ട്. ഇവിടെ പറയുന്നത് കപ്പിൾ ഓഫ് മന്ത്സ് ആണ് പറയുന്നത് ഇപ്പോൾ. ഓക്കെ, ഓക്കെ, ഇത് മെയിൻ ഒരു ഇതേ വന്നിട്ടുള്ളൂ ഇപ്പോൾ ഇവിടെ. നമുക്ക് ബാക്കിയൊന്നും ടൈമിങ്ങിൻ്റെ കിട്ടിയിട്ടില്ല. കപ്പിൾ ഓഫ് മന്ത്സ് എന്ന് പറയുന്നത് അപ്പോൾ 2 മാസം എന്നെടുക്കാം. അപ്പോൾ ഒരു ജനുവരി കഴിഞ്ഞിട്ട് എന്ന് പിടിച്ചോളൂ നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപ്രോച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഈ 2 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, റിലേഷൻഷിപ്പിൽ. ഓക്കെ, സ്റ്റോപ്പ് റഷിങ് തിങ്സ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് അഡ്വൈസ് ഉണ്ട്, നിങ്ങൾ ഒരുപാട് ധൃതി പിടിക്കേണ്ട. ഓക്കെ, കാര്യങ്ങൾ മെല്ലെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങളൊന്ന് ക്ഷമയോടെ സമാധാനത്തോടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോവാം. ഓക്കെ, ആൻഡ് ഇവിടെ തിങ്സ് ഹാപ്പൻ സൂണർ വെൻ യു ഫോക്കസ് യുവർ എനർജി ഓൺ യു. നിങ്ങളുടെ ഗ്രോത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. ആ പേഴ്സണിന് നിങ്ങളുടെ എനർജി കൊടുക്കൽ നിർത്തുക നിങ്ങൾ, ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ആ പേഴ്സണിനെ കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പറയും ഞാൻ നോക്കാൻ പോകുന്നില്ല, ഞാൻ മെസ്സേജ് ചെയ്യുന്നില്ല, വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങളുടെ മൈൻഡിലില്ലേ ഫുള്ള് 24 മണിക്കൂർ നിങ്ങളുടെ മൈൻഡിലില്ലേ. അപ്പം അങ്ങനെ ആ തോട്ട് എനർജി അവർക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ട് എന്നെ ഒന്ന് വിളിച്ചെങ്കിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ഡെസ്പറേറ്റ് എനർജി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവർക്ക് അത് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം പേഴ്സണിൽ നിന്ന് ശ്രദ്ധ മാറ്റി നിങ്ങൾ അവനവനെ ശ്രദ്ധിക്കാൻ തുടങ്ങുക, അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക, സെൽഫ് ലവിലേക്ക് വരാം. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ വേഗം നടക്കും. അപ്പോഴേ അവർക്ക് അവിടെ മിസ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. അതൊക്കെ ചില ടാക്ടിക്സ്, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, സ്റ്റേ പോസിറ്റീവ് അബൌട്ട് ഇറ്റ് എന്നും പറഞ്ഞു. ഓക്കെ, സോ നിങ്ങൾക്ക് എനിവേ പോസിറ്റീവ് ന്യൂസ് ആണ് ഇവിടെ. ഒരു 1-2 മാസത്തിൻ്റെ സമയം, പക്ഷെ ആ സമയം നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ എഫർട്ട് ഇട്ടാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേഗം കാര്യങ്ങൾ നടക്കും. ഓക്കെ, സോ പൈൽ 2ലേക്ക് പോകാം നമുക്ക്. പൈൽ 2
സെയിം തിങ്. ഓക്കെ, ഞാനിത് 2 ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ. അത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വീഴുന്നത് എടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, കാണിച്ചു തരണോ? പൈൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ജസ്റ്റ് ഓക്കെ, ഇടണോ കാണാത്തവരുണ്ടെങ്കിലോ അല്ലേ? യെസ് ഉണ്ട് ഇവിടെ. എൻ്റെ പേപ്പർ കയറാറായി, അത്ര കുറേ കാലം ഉണ്ടാക്കി വെച്ചത്. നോ എന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ യെസും നോ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വീഴുന്ന കാർഡ് ഞാൻ എടുക്കും. ഓക്കെ, കാരണം എനിക്ക് സ്വയം ചൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഓക്കെ, സോ പൈൽ 2കാർക്ക് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? ഓക്കെ, ഫസ്റ്റ് ടൈമിൽ വെരി ഗുഡ്. ഓക്കെ, എന്താണോ വന്ന് യെസ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഐ എം ഹാപ്പി. ഞാൻ നോ വരുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. ഓക്കെ, എന്തായാലും പൈൽ 2ന് യെസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ചിട്ടിട്ട് എടുക്കുമ്പോൾ ഞാൻ തന്നെ എടുക്കണ്ടേ, അപ്പോൾ എനിക്കത് വലിയ സമാധാനമില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു സർക്കിൾ വെച്ചിട്ട് ഞാനൊരു ഇങ്ങനെ കണ്ടുപിടിച്ചാണ് ഐഡിയ. ആ സർക്കിളിൻ്റെ ഉള്ളിൽ വീഴുന്നത് എടുത്താൽ മതി അല്ലേ? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എപ്പോൾ വരും, അല്ലെങ്കിൽ പേഴ്സൺ എപ്പോൾ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എപ്പോൾ ബെറ്റർ ആവും, ആ രീതിക്ക് നമുക്ക് നോക്കാം. ഓക്കെ, എന്താ കാണുന്നത് നോക്കാം. ലെറ്റ്സ് സീ. ഇൻ ഓഗസ്റ്റ്. നിങ്ങൾക്ക് കുറച്ച് ലോങ് വെയിറ്റ് ആണല്ലോ. ടോട്ടൽ സെപ്പറേഷൻ ആണോ നിങ്ങൾ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. Time has been delayed. It's coming for you. Okay, എന്താ പറ്റിയേ? Stop rushing things. നിങ്ങൾക്കുണ്ട്. ഓൾമോസ്റ്റ് സെയിം അല്ലേ? 6 months. ഓഗസ്റ്റ് എന്ന് പറയുമ്പോൾ 6 അല്ല, അതിനെക്കാട്ടിലും ഉണ്ട്. പക്ഷെ അപ്രോക്സിമേറ്റ്ലി 6 മാസം തൊട്ട് 8, 9, അറൗണ്ട് 9 മാസം, 6 to 9 മാസം നിങ്ങൾക്ക് എടുക്കും എന്നാണ് കാണുന്നത്. ടൈം ഹാസ് ബീൻ ഡിലേഡ്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഡിലേ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തോ ചെയ്തത് ശരിക്കും കാര്യങ്ങളെ ഡിലേ ആക്കി, അതുണ്ടായി. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് റഷിങ് തിങ്സ് നിങ്ങൾക്കുണ്ട്. ഫസ്റ്റ് ഫയലിനുണ്ടായിരുന്നു മെസ്സേജ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്തോ ചെയ്ത കാര്യം. ഓക്കെ, അത് നിങ്ങൾ ധൃതി പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പേഴ്സണോട് സംസാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക, വോട്ടെവർ എന്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഒരു റോങ് മൂവ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അത് കാരണം നിങ്ങളുടെ കാര്യങ്ങൾ ഡിലേ ആയി പോയിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു മെസ്സേജ് കൂടി യൂണിവേഴ്സിൽ എടുത്തുനിന്ന്. ഇൻ ദ നിയറസ്റ്റ് ഫ്യൂച്ചർ ഇല്ല, ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾക്ക് ഓക്കെ കമ്മ്യൂണിക്കേഷൻ അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ വരും പേഴ്സൻ്റെ അടുത്തുനിന്ന്. ഓക്കെ, ബട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഫുള്ളി ക്ലിയർ ആവാൻ സമയമെടുക്കും. ഓക്കെ, ഫുള്ളി ക്ലിയർ ആയിട്ട് നിങ്ങൾ തമ്മിലൊരു നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാനും മേ ബി നിങ്ങൾ മീറ്റിങ്ങിനായിരിക്കാം. ഓക്കെ, ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആദ്യം വരുമായിരിക്കും, ബട്ട് മേ ബി മീറ്റിംഗ് അതിനായിരിക്കാം ഡിലേ. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് സിറ്റുവേഷൻ ബെറ്റർ ആവാൻ തന്നെ ഒരു ചെറിയ ഡിലേ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ അവനവൻ്റെ മേലെ ഇപ്പോൾ വർക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഫയലിലും പറഞ്ഞ മെസ്സേജാണ് നിങ്ങളോടും പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ മേലെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. ഓക്കെ, പേഴ്സൺ എപ്പോൾ വരും, എന്താവും സിറ്റുവേഷൻ, ഇതിനെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക, എന്താ ഞാൻ ചെയ്യേണ്ടത്, അതിനുവേണ്ടി വേറെ നെഗറ്റീവായിട്ടൊന്നും ചെയ്യാതിരിക്കാം പ്രത്യേകിച്ചും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിലേസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എനിക്കിത് കണ്ടതുകൊണ്ട് ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾ വേറെ ഒന്നും നെഗറ്റീവ് ഒന്നും ചെയ്യാൻ പോകാതിരിക്കാം. ഓക്കെ, അതിപ്പം ജസ്റ്റ് നിങ്ങൾ പ്രാർത്ഥിക്കുക, എന്നിട്ട് എനിക്ക് ഉള്ളതാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണേ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. വേറെ ഒന്നും വേണ്ട, വേറെ ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഓക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ടിരിക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പ്ലീസ്. ഓക്കെ, നിങ്ങളുടെ മേലേക്ക് കർമ്മ വരുത്തി വെക്കരുത്. ഓക്കെ, ആൻഡ് യെസ് ഉണ്ട്, എന്തായാലും വരും, പേഴ്സൺ വരും. ഓക്കെ, ബട്ട് നിങ്ങൾ വിശ്വാസം വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് നിങ്ങൾ നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യുക. ഓക്കെ, ആ പേഴ്സൺ എപ്പോൾ വരും, അവരെന്താ ചെയ്യണം, അവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് ഒന്നും അന്വേഷിക്കാൻ പോകാതിരിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ അതൊക്കെ ചെയ്യും തോറും നിങ്ങൾ ശരിക്കും അവിടെ ചെയ്യുന്നത് ഡിലേസ് വരുത്തുകയാണ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ മേലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കുന്നോ അപ്പം മാത്രമേ അവിടെ ചേഞ്ചസ് വരുള്ളൂ. യൂണിവേഴ്സിന് അപ്പോഴേ അത് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടും. ഓക്കെ, ഒന്ന് വിട്ടുകൊടുക്കാം. ഓക്കെ, യൂണിവേഴ്സിന് വിട്ടുകൊടുക്കാം. എനിക്ക് നല്ലതാണെങ്കിൽ കൊണ്ടുവരുമെന്ന് 6 months കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇതെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വളരെയധികം നിങ്ങളെ തന്നെ ഡിസിപ്ലിൻ ആക്കി വെക്കണം, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നടക്കൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെയും ഡിലേ ആയിന്ന് വരും. സോ പ്ലീസ് ബി കെയർഫുൾ. ഓക്കെ, എനിക്ക് നിങ്ങളോടൊക്കെ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കെയർഫുൾ ആയിട്ടിരിക്കുക, നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക. ഓക്കെ, തിരിച്ചു വരാനുള്ള ഈ എസ്സിനെ വെറുതെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയണ്ട. ഓക്കെ, സോ പേഷ്യൻസോടെ ഇരിക്കുക, ക്ഷമയോടെ ഇരിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കുക. ഈ 6 മാസം നിങ്ങൾക്ക് സമയം തന്നിട്ടുള്ളത് യൂണിവേഴ്സ് നിങ്ങളുടെ മേലെ വർക്ക് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അവനവനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു ബെറ്റർ പേഴ്സൺ ആവുക. ആ വ്യക്തി തിരിച്ചു വരുമ്പോൾ നിങ്ങളെല്ലാം മാറ്റം കണ്ട് അവർ സർപ്രൈസ് ആവണം. ഓക്കെ,
ഇത്രയ്ക്ക് മാറിപ്പോയോ, ഞാൻ വിട്ട് അവർക്ക് തോന്നണം എന്തായാലും നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി അവരുടെ ഉള്ളിൽ വരണം. ആ രീതിക്ക് നിങ്ങൾ മാറണം. ഓക്കെ, സോ അവരെ പിന്നാലെ ചേസ് ചെയ്ത് പോയാൽ അത് അവരൊരിക്കലും മനസ്സിലാക്കില്ല. ഓക്കെ, സോ എനിവേ ബി ഹാപ്പി. എന്തായാലും യെസ് ആണ്, സോ ബി ഹാപ്പി. എല്ലാവരും എല്ലാം നല്ലത് വരട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.